19ാം നൂറ്റാണ്ടിൽ സിസ്റ്റേഴ്സ് ഓഫ് ലൊറേറ്റോ സന്യാസിനി സമൂഹത്തിനായി സാന്റിഫായിലെ ബിഷപ്പിന്റെ കൽപ്പന പ്രകാരമാണ് ലൊറേറ്റോ ചാപ്പൽ പണിയെടുപ്പിക്കുന്നത്. നിർഭാഗ്യവശാൽ ചാപ്പലിന്റെ പണി എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ചാപ്പലിന്റെ ബാൽക്കണിയിലേക്ക് പോകാനുള്ള ഗോവണി പണികൾ പണികഴിപ്പിച്ചിട്ടില്ല എന്ന കാര്യം പണിക്കാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. അക്കാലത്ത് ഗായക സംഘം ബാൽക്കണിയിൽ നിന്നുകൊണ്ടാണ് ഗാന ശുശ്രൂഷകൾ നടത്തിയിരുന്നത്. ഗോവണി പണിയുക എന്നുള്ളത് അത്യാവശ്യമായിരുന്നതിനാൽ നാട്ടിലെ പ്രഗത്ഭരായ എല്ലാ പണിക്കാരെയും അവർ കണ്ടു. പക്ഷേ പരിമിതമായ സ്ഥലത്ത് ഗോവണി പണിയുക എന്ന ഭാരിച്ച ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ആരും തന്നെ തയ്യാറായില്ല. വേറെ യാതൊരു വഴിയും മുന്നിൽ കാണാതെ ആ സന്യാസിനി സമൂഹം വിശുദ്ധ ഔസേപിതാവിനോട് നൊവേന ചൊല്ലി പ്രാർത്ഥിച്ചു. നൊവേന ചൊല്ലി തീർന്ന സമയം തന്നെ തീർത്തും അപരിചിതനായ ഒരു വ്യക്തി വന്നു. അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു: 3 മാസം കൊണ്ട് ഗോവണിയുടെ പണി പൂർത്തിയാക്കാം, പക്ഷേ ചാപ്പലിനുള്ളിലേക്ക് ഈ കാലയളവിൽ ആരും തന്നെ വരുവാൻ പാടില്ല. ഔസേപിതാവിന്റെ മധ്യസ്ഥത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അവർ സമ്മതം മൂടി. ഏറെ കൗതുകകരമായ കാര്യം 3 മാസം കൊണ്ട് പണി കഴിപ്പിച്ച ഈ അത്ഭുത ഗോവണിക്ക് താങ്ങുകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. ഈ കാര്യം ചോദിക്കാൻ തച്ചനെ അന്വേഷിച്ചെങ്കിലും അദ്ദേഹത്തെ കണ്ടെത്താനായില്ല. പിന്നീടാണ് അവർ ഞെട്ടിക്കുന്ന മറ്റൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. ആ ഗോവണിപ്പടി നിർമ്മിക്കുന്നതിനായി യാതൊരുവിധ പശയോ ആണികളോ ഉപയോഗിച്ചിട്ടില്ല. അതിനായി ഉപയോഗിച്ച തടിയോ ഈ നാട്ടിലെങ്ങും കിട്ടാത്ത ഒരിനവും. അനവധി പഠന നിരീക്ഷണങ്ങൾക്കൊടുവിൽ ഗോവണിയുടെ നിർമ്മാണശാസ്ത്രം മനസ്സിലാക്കുന്നതിൽ അവർ തോൽവി സമ്മതിച്ചു. ഒടുക്കം ഈ അത്ഭുതത്തിന് പിന്നിൽ വിശുദ്ധ ഔസേപിതാവാണ് എന്ന നിഗമനത്തിൽ അവർ എത്തിച്ചേർന്നു. അങ്ങനെ ലൊറേറ്റോ ചാപ്പൽ ലോകപ്രസിദ്ധമായി. ആ ഗോവണിപ്പടികൾ ഇന്നും ഔസേപിതാവിന്റെ ഗോവണിപ്പടികളായി അറിയപ്പെടുന്നു.